ഇത് അടുത്ത ബ്ലാസ്റ്റാണ്. ഷോട്ടാണ്. നസ്രിയൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ബേസിൽ കട്ടൊക്കെയാണ് നിന്നിട്ടുള്ളത്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഗംഭീരമാണ്. ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഥ എങ്ങനെയാ പോകുന്നത്. എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മദർശിനി. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ ഇങ്ങനെ സൂക്ഷ്മദർശിനി പോലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതാണ്, ത്രില്ലടിപ്പിക്കുന്നതാണ്. കൊള്ളാം, ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുവരെ നല്ല ഒരു സസ്പെൻസ് ആണ്. ബേസിലൊക്കെ സൂപ്പറായിട്ടുണ്ട്. നസ്രിയയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. സൂപ്പർ പെർഫോമൻസ്, അടിപൊളി. ഒരു ഡീസൻ ത്രില്ലറാണ്. കാരണം വളരെ റിസ്കി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഈസ് ബ്രില്യൻറ്റ്. ആളുടെ ഒരു ഫസ്റ്റ് മൂവിയിൽ നിന്നും സെക്കൻഡ് മൂവിയിലേക്കുള്ളൊരു ഗ്രോത്ത് ഗംഭീരമാണ്. ബ്രില്യൻറ്റ് വർക്ക്. ഇത് അടുത്ത ബ്ലാസ്റ്റാണ്. ഷോട്ടാണ്. സൂപ്പർ മൂവിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സസ്പെൻസ്. അതായത് ബേസിൽ നസ്രിയൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ബേസിൽ കട്ടൊക്കെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ, എല്ലാ ആക്ടേഴ്സും. അതുപോലെ എൻ്റെ മോളുടെ കുട്ടി മാളൂട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു മൂവി കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഥ എങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് വളരെ നന്നായിരുന്നു. ഔട്ട് വരുമ്പോൾ ഇത്രയും ഒരു സക്സസ് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഒരു വിജയം ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ. നസ്രിയയുടെയും ബേസിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി. രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെ, ആ ഒരു മാറി, ആ ഒരു ഫാമിലി സ്റ്റാർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, എല്ലാവരുടെയും ഇമ്പ്രൂവ്മെൻറ്റ് ഗംഭീരമാണ്. അതിൽ ഡയറക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ആളുടെ ഫസ്റ്റ് പടത്തിന് ഇതിലേക്കുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഭീകരമാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. മ്യൂസിക് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പടത്തിൻ്റെ ഒരു മെയിൻ കോറ് മ്യൂസിക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു മ്യൂസിക് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള മ്യൂസിക് ഡെവലപ്മെൻ്റ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഷോ നല്ല പടം, അടിപൊളി പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഉറപ്പായിട്ടും. അടിപൊളി പെർഫോമൻസ്, അടിപൊളി. നമ്മുടെ ബേസിൽ നസ്രിയയുടെ കോംബോ അടിപൊളി. എല്ലാവരും കാണണം. ആൻഡ് തിരിച്ച് അവർ രണ്ടുപേരും വർക്ക് ചെയ്യണം. ഓക്കെ. എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മദർശിനി. ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നസ്രിയ വല്ലപ്പോഴും എന്തുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥ കേട്ടാൽ ആരായാലും ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നമ്മുടെ നോർമൽ ലൈനിൽ പോകുന്ന ഒരു കഥയേ അല്ല, മിസ്റ്ററിയാണ്. അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡികൾ ഒരുപാടുണ്ട്. കാരണം അതിൽ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഗംഭീരമാണ്. കാരണം വളരെ ടെൻഷൻ പിടിച്ച മൊമെൻറ്റിലും സിദ്ധാർത്ഥ് ഭരതൻ ആ ഒരു കോമഡി ആയിട്ടുള്ള സീനുകൾ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ കാസ്റ്റിൻ്റെ ഒക്കെ അതിഗംഭീര പെർഫോമൻസ്. പിന്നെ ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM. ക്രിസ്റ്റോ സേവിയർ നമുക്കറിയാം ഒരു അപ്കമിങ് വലിയൊരു ടാലൻ്റാണ്. നമ്മൾ സുഷിൻ ശ്യാം, JXB ജോയ് ലെവലിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ടാലൻ്റാണ്. അവസാനത്തെ 15 മിനിറ്റൊക്കെ BGM ശരിക്കും നമ്മളങ്ങ് ഷെയ്ക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മേക്കിംഗ് ക്വാളിറ്റി, ടോപ്പ് ആക്ടിങ്, എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമാനുഭവമാണ്. മലയാളികളും പുറമേയുള്ള സിനിമാ ലോകവും ഇനി അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും സൂക്ഷ്മദർശിനി. ഞാൻ ഹാപ്പിയാണ്, സന്തോഷം തന്നെ. ഇനി ഷോസ് കഴിഞ്ഞതിൻ്റെ അഭിപ്രായങ്ങൾ വരട്ടെ. ഞാൻ ഓൾറെഡി പ്രോഡക്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മളെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഹാപ്പിയായിരുന്നു.